ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഏർലി മോർണിംഗിൽ തന്നെ ഒരു റോഡ് ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനും സേഫ് ഒരു 3:30 തന്നെ വീട്ടിൽ നിന്ന് റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പോണ വഴിയിൽ ഒരു പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ അടിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ പോണത് നെല്ലിയാമ്പതിയിലോട്ടാണ്. ഒരു 6:30 ആയപ്പോഴേക്കും ഞങ്ങൾ പാലക്കാട് ഡിസ്ട്രിക്റ്റിലെത്തി. നേരം പുലർന്ന് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. വഴിയിൽ നിന്ന് ഒരു ചായക്കടയിൽ നിർത്തി ഒരു ചായ കുടിച്ച് കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം വീണ്ടും റൈഡ് സ്റ്റാർട്ട് ചെയ്തു. പാലക്കാട് മോർണിംഗ് വ്യൂ അടിപൊളിയാണ്. ഇതുപോലെ പുഴകളും പാടവും മലനിരകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മോർണിംഗ് നേച്ചർ ഫീൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ നെല്ലിയാമ്പതി ചെക്ക് പോസ്റ്റിലെത്തി. അവിടുന്ന് ഞങ്ങളെ പേരും ഡീറ്റെയിൽസും വണ്ടിയുടെ ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തു. അവിടുന്ന് കുറേ ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം 5 മണീൻ്റെ ഉള്ളിൽ തിരിച്ച് വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ. അങ്ങനെ ഞങ്ങൾ ചുരം കയറാൻ തുടങ്ങി. ചുരം കയറുന്നതിൻ്റെ ഇടയിൽ ഇതുപോലെ മയിലിനെയും അതേപോലെ കുരങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ബൈക്ക് നിർത്തി കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ പോണത്. അങ്ങനെ ഞങ്ങൾ നെല്ലിയാമ്പതി വ്യൂ പോയിന്റിലേക്കുള്ള എൻട്രി ഗേറ്റിൻ്റെ അവിടെ എത്തി. അവിടുത്തെ കൗണ്ടറിൽ നിന്ന് സേഫ് ടിക്കറ്റൊക്കെ കളക്ട് ചെയ്തു. ഞങ്ങളുടെ കൂടെ സേഫിൻ്റെ ഫ്രണ്ടും ഫാമിലിയും ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ സേഫ് നാട്ടിലേക്ക് ലീവിന് വന്നപ്പോൾ പ്ലാൻ ചെയ്തതായിരുന്നു നെല്ലിയാമ്പതിയിലേക്ക് ഒരു ബൈക്ക് റൈഡ്. ബട്ട് അന്നത് നടന്നില്ല. സേഫ് ആകെ 2 വീക്സ് ലീവിനായിരുന്നു അന്ന് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഈ ടൈമിൽ ലീവിന് വന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഫസ്റ്റത്തെ ട്രിപ്പ് നെല്ലിയാമ്പതിയിലേക്ക് തന്നെ പോവാമെന്ന്. അങ്ങനെ ഞങ്ങൾ നെല്ലിയാമ്പതി വ്യൂ പോയിന്റിലെത്തി. അവിടെ ഒരു 9:30 ആയിക്കണം കേട്ടോ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ. മൺസൂൺ സീസൺ ആയതുകൊണ്ട് തന്നെ ഞങ്ങളൊരു മഴയൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് പോയത്. റെയിൻ കോട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ബട്ട് മഴയൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല കോടമഞ്ഞുണ്ടായിരുന്നു കേട്ടോ ആ ടൈമിൽ. സൂര്യനെ ഉദിക്കണതും അതേപോലെ കോടമഞ്ഞൊക്കെ കൂടി ചേർന്നിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ രണ്ടുപേരും കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് തന്നെ നേരെ സീതാകുണ്ട് വ്യൂ പോയിന്റിലോട്ടാണ് പോയത്. നമ്മൾ നടന്നു പോണ വഴിയിൽ 2 സൈഡിലും ഫുള്ള് തേയിലത്തോട്ടങ്ങളൊക്കെ ആയിരുന്നു. സേഫ് ഇതിൻ്റെ മുമ്പ് സേഫിൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സേഫിന് വഴികളൊക്കെ അറിയായിരുന്നു. അതിന് അവിടുത്തെ കാര്യങ്ങളൊക്കെ സേഫ് ആയിരുന്നു പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. ഇവിടുന്ന് കാണാൻ പറ്റുന്ന വ്യൂ അടിപൊളിയായിരുന്നു. പാലക്കാടിൻ്റെ ഓൾമോസ്റ്റ് വ്യൂ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും. ഈ വഴിയിലൂടെ ഒരുപാട് നടക്കാണ്ടെന്ന് സേഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് നടന്നു പോയപ്പോൾ തന്നെ അവിടെ ഒക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അത് ഫുള്ള് റെസ്ട്രിക്ഷൻ ഏരിയ ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോന്നു. ആ ടൈം ആയപ്പോൾ തന്നെ അവിടെ വെയിലുണ്ടായിരുന്നു. നേരത്തെ പോയ സ്ഥലത്തേക്ക് തന്നെ ഞങ്ങൾ വീണ്ടും പോയി. അവിടെ വീണ്ടും കോട ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ടൈമും കൂടി ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു. അവിടെ തന്നെ ടോയ്ലറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. മെൻസിനും ഫീമെയിൽസിനുമായിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ടോയ്ലറ്റ്സ് ഒക്കെ അവിടെ ഉണ്ട്. അവിടെ തന്നെ അവിടുത്തെ സ്പൈസസും ടീയും കോഫിയൊക്കെ കിട്ടുന്ന ഒരു ചെറിയ ഫാം ഹൗസ് പോലെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടുന്ന് ഞങ്ങളൊരു കോഫിയൊക്കെ കുടിച്ചു. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പോരുന്ന വഴി ഇതുപോലുള്ള തേയിലത്തോട്ടത്തിൽ കയറി ഫോട്ടോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ വെയിൽ കാരണം ഫോട്ടോ എടുക്കാൻ ഒട്ടും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതുപോലെ ഒരു താമരക്കുളം അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടീൻ്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ നമുക്ക് അതിനുള്ളിൽ കയറാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ചുരം ഇറങ്ങാണ്. പോരുന്ന ടൈമിൽ ഇതുപോലെ ഒരു വ്യൂ പോയിന്റ് കണ്ടപ്പോൾ അവിടെ ബൈക്ക് നിർത്തി ഞങ്ങൾ ഇറങ്ങി. എന്നിട്ട് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എനിക്കും സേഫിനും ഒരുപോലെ ഇഷ്ടമാണ് മൗണ്ടെയിൻസും അതേപോലെ ഈ ഫോറസ്റ്റൊക്കെ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ട്രിപ്പ്. ഒരു 12 മണിയോട് കൂടിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ചുരം ഇറങ്ങി. ഒരു 3-3:30 ആയപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു.